வணக்கம் மக்களே, வெல்கம் டு சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். வணக்கம். ஓகே, எல்லாரும் பார்ட் 1 அண்ட் 2 பார்த்திருப்பீங்கன்னு நெனைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் குடுத்துருக்கேன், போய் பாருங்க. இப்ப நம்ம பார்ட் 3 க்குள்ள போயிரலாம். ஆக்சுவலி ஒரு பழைய படம் இருக்குக்கா. வீரம்க்கு முன்னாடியே ഒരു പഴയ പടം ഇருக்கு. നമ്മളമ്മ ചേർന്ന ഇവിടെ അതിൽ ഇതേ മറക്കും. എനിക്കറിയാം. എന്തുണ്ടായാലും എനിക്കൊന്നുമില്ല. എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ശരിയെന്ന് തോന്നുന്നു നീ ചെയ്യണം, എനിക്ക് പോയതാ ശരി. രാമഭദ്ര, ഇത് മാലുവിന് അറിയില്ല ഞങ്ങളെ എങ്ങനെ അച്ഛൻ വളർത്തിയെന്നും ഇതുവരെ ഞങ്ങൾ എങ്ങനെ ജീവിച്ചതെന്നും. എന്റെ 5ാമത്തെ വയസ്സിലാ അമ്മ മരിക്കുന്നത്. അതിൽ പിന്നെ ഓർമ്മയിലുള്ള എന്റെ അമ്മയല്ലാതെ ഒരു സ്ത്രീയും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല. ഇപ്പോ മാലു ഞാൻ പോലും അറിയാതെ എന്റെ മനസ്സിലേക്ക് വന്നപ്പോ എനിക്കിനി മാലു ഇല്ലാതെ വയ്യ. അതിന് ജീവിക്കാനാണെങ്കിലും ശരി, മരിക്കാനാണെങ്കിലും ശരി, എന്തിനാണെങ്കിലും മാലു. ഞാൻ വിളിച്ച മാലു ഇറങ്ങി വരുമോ? I have a doubt, dude. No, I still have doubt. രാമഭദ്ര എപ്പോ വന്ന് വിളിച്ചാലും എവിടേക്ക് വിളിച്ചാലും ആ നിമിഷം ഞാൻ ഇറങ്ങി വരും. പോരെ? எனக்கு ஒன்றும் நம்பிக்கை இல்லை. இல்ல இப்ப ஒர்க் அவுட் ஆயிடுச்சு. ஓ அம்மா நினைக்க போறாங்க பார்ட் ஆஃப் த பிளேன். அதான் പേടിക്കാനൊന്നുമില്ല, ധൈര്യമായിട്ടിരുന്നു. കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെ ആയിരുന്നു? വാടി ഇവിടെ, ഇങ്ങോട്ട് വരാൻ. എടി മിടുക്കി, നീ അവന് വളച്ചില്ലേ? ഇപ്പോഴാ നീ അച്ഛമ്മയുടെ മോളായത്. ഇപ്പൊ എങ്ങനെയാ? നീ പറഞ്ഞ അവൻ പോയി വെട്ടുവോ ആ 500 തല? ആ, ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാം, വാ. ഓക്കെ. രാമഭദ്ര, നീ രക്ഷപ്പെട്ടടാ. നിനക്കിനി ധൈര്യമായിട്ട് പ്രേമിക്കാം, ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം. ഇനി നിന്റെ അച്ഛനോ നിന്റെ ചേട്ടന്മാർക്കോ നിന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കല്യാണ കാര്യം പറഞ്ഞു തന്നപ്പോ ഏറ്റവും കൂടുതൽ ബഹളം ഉണ്ടാക്കി ആരാ? നിന്റെ സാമ്യേട്ടനല്ലേ? അയാളെ തന്നെ നിന്നെ കഴിക്കിട്ടാ. നീ എന്താന്ന് വെച്ച കാര്യം പറ. നിന്റെ ഈ സാമ്യേട്ടൻ എല്ലാ മാസവും 1-ാം തീയതി മുതൽ 5-ാം തീയതി വരെ എവിടെ പോകുന്നു എന്നാ പറഞ്ഞത്? തിരുവില്ലാമലയിൽ ഹനുമാൻ കോവിലിൽ ജപമിരിക്കാൻ. ഉണ്ട, അയാൾ അയാളുടെ ഭാര്യ വീട്ടിൽ പോകുന്നതാടാ. 7 കൊല്ലമായി കല്യാണം കഴിച്ചിട്ട് 7 കൊല്ലം ഭാര്യ മക്കളെ രഹസ്യമായി താമസിപ്പിച്ചിരിക്കുക. നമ്മുടെ സാമ്യേട്ടന്റെ കാര്യം തന്നെയാണോ നീ പറയുന്നത്? അയാൾ സാമ്യേട്ടനല്ല, ആ സാമ്യേട്ടനാ. തിരുവില്ലാമലയിൽ അവിടുത്തെ കാര്യം ഒരു കൊച്ചമ്മടി ടീച്ചർ അയാളുടെ ഭാര്യ. മായൻകുട്ടി, നീ വെറുതെ നുണ പറയരുത്. തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. തിരുവല്ലാക്കാരി കൊച്ചമ്മണി ടീച്ചർ. നിന്റെ വീട്ടിലുള്ളവരൊക്കെ നമ്മളൊരു പാഠം പഠിപ്പിക്കുവാളിയാ, പാഠം പഠിപ്പിക്കും. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. இல்ல ஸ்டார்டிங்ல இருந்து இவர்தான் நல்லது பண்ணிட்டு இருக்காரு. അച്ഛനെ, ഇവിടെ കൊച്ചമണി എന്ന പേരുള്ള ഒരു സ്കൂൾ ടീച്ചർ താമസിക്കുന്നത്. സ്കൂൾ ടീച്ചർ? അതെ. കൊച്ചമണി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ താമസമുണ്ട്, പക്ഷെ അവർ സ്കൂൾ ടീച്ചർ അല്ല. അവരുടെ ഭർത്താവിന്റെ പേര് സ്വാമിനാഥൻ എന്നല്ലേ? അല്ല, രാമനാഥൻ എന്നാ. രാമനാഥനോ? രാമനാഥൻ, ഇവിടെ രാമനാഥൻ. നിക്ക് ആശാനെ, ദേ നോക്കി, ഇതാണോ രാമനാഥൻ? ഇത് തന്നെ. ഇന്നസെന്റ്. ഇതല്ലേ കൊച്ചമണി? കൊച്ചമണി ഇത് തന്നെയാ, പക്ഷെ അവര് സ്കൂൾ ടീച്ചർ അല്ല, ഡാൻസ് ടീച്ചറാ. അമ്മ வருவாங்கல்ல. ആരാ இவரை பார்த்ததில்ல போல தம்பிங்களே. லலிதா தான் அவங்க பேரு. രാമഭദ്രനാ? രാമഭദ്രൻ? ഏത് രാമഭദ്രൻ? ചേട്ടത്തിയമ്മയുടെ രാമഭദ്രൻ. ആരാടാ അവിടെ നിന്റെ ചേട്ടത്തിയമ്മ? അല്ല, അതെ, ചേട്ടത്തിയമ്മ ഈ രാമനാഥന്റെ ഭാര്യയല്ലേ? ഈ രാമനാഥനല്ല, ഈ കെ രാമനാഥൻ. അത് തന്നെ ഈ കെ രാമനാഥൻ എന്ന കള്ളപ്പേരിൽ ഇവിടെ കല്യാണം കഴിച്ച് താമസിക്കുന്ന സാക്ഷാൽ സ്വാമിനാഥന്റെ അനിയൻ രാമഭദ്രനാണ് ഞാൻ. എവിടെ ചേട്ടത്തിയമ്മ? പിള്ളേര്, മക്കളെ, നിങ്ങൾ ഇളയച്ചൻ വന്നിരിക്കുന്നതാ. മക്കളെ, ചിത്തപ്പ, ഇത്ര മക്കളാ? മക്കളെ, നിങ്ങൾ ഇളയച്ചനാണോ? മക്കളെ, ഇളയച്ചൻ വന്നിരിക്കുന്നു. മക്കളെ, ഇളയച്ചാന്നൊന്ന് വിളിക്കും. മക്കളെ, பின்னாடி ஒரு முச்சிட்டிக்கு ஒரு பாப்பா இருக்கு. ഇതായിരിക്കും മോളെ, ഇളയച്ചാന്നൊന്ന് വിളിക്കും. മോളെ, മുച്ചിട്ടിക്ക് இருக்குக்கா. ചേട്ടത്തിയമ്മേ. ഞാൻ ആരുടെ ചേട്ടത്തിയമ്മയൊന്നുമല്ല. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ ഇവിടുന്ന്? വെച്ചിട്ട് കാര്യമില്ല. സാമ്യേട്ടൻ തന്നെ കംപ്ലീറ്റ് കഥകളും 500 മുതലാളിയോട് പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരു 500 അറിഞ്ഞൂടാ, 600 അറിഞ്ഞൂടാ. ഞാൻ ഒരു സ്വാമിനാഥന്റെ അതെ. അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവൂലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവൂലേ? അവസാനമായിട്ട് മക്കളെ ഒന്ന് കാണാൻ പറ്റാൻ വന്നാലോ? പതുക്കെ പറ, ചേട്ടത്തിയമ്മ കേക്കും. എന്താ? ഒന്നുമില്ല. അല്ല, എന്തുകൊണ്ട്? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താന്ന് പറയടാ. എന്താ എന്റെ ചേട്ടന് പറ്റിയത്?
എന്താന്ന് പറയാൻ? ചേട്ടത്തിയമ്മ ഞങ്ങളോട് ക്ഷമിക്കണം. ഒന്നും ഇവിടെ അറിയിക്കരുതെന്ന് പറഞ്ഞാ ഞങ്ങളെ വിട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പൊ നിവർത്തിയില്ലാത്തോണ്ട് പറയുവാ. ചേട്ടന് ഇന്നലെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അങ്ങ കൂട്ടുപോകാൻ ഇപ്പോ അബോധാവസ്ഥയിൽ ആദ്യം ആവശ്യപ്പെട്ടത് ചേട്ടത്തിയമ്മയും പിള്ളേരെയും കാണണമെന്ന. അയ്യോ, എന്റെ ദൈവമേ, എനിക്ക് എന്റെ ചേട്ടനെ ഉടനെ കാണണം. നിങ്ങൾ പോരുത്, ഞാനും വരുന്നു. അത് കുട്ടിപോകാനടിക്ക്. നീ ഇവിടെ പോകുന്നു ഒരു ഒറിജിനാലിറ്റിക്ക് ഓവറാക്കരുത്. ഇതാണ് നിനക്കുള്ള കുഴപ്പം. ഏറ്റല്ലേ ഏറ്റ് ഏറ്റ് സമയട്ടാ സമയട്ടാ. நல்லா இருக்கு. 91லயே பயங்கரம் பண்ணிருக்காங்களே. இவருக்கு வந்துட்டாரு. செம்மையா இருக்கு வரல. സാറിന്റെ പേര് സ്വാമിനാഥൻ എന്നാണല്ലേ? തനിക്ക് ഇപ്പൊ ഈ സ്വാമിനാഥൻ എവിടെ നിന്ന് കിട്ടി? എന്റെ പേര് രാമനാഥൻ എന്നാണെന്ന് തനിക്ക് അറിഞ്ഞൂടെ? എനിക്കറിയാം, പക്ഷെ വന്നവര് സമ്മതിക്കണ്ടേ? ആര്? അനിയൻ. അനിയനോ? ആ, ആരുടെ? സാറിന്റെ അനിയൻ. കൂടെ ഒരു ഉണ്ടക്കണ്ണനുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ എങ്ങനെ പോയേ? പേടിക്കാനൊന്നുമില്ല, ഞാൻ കറക്റ്റ് ആയിട്ട് വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഓ അല്ലേ? ആ, മുട്ടുകാലിയേറ്റ് കൊല്ലും ഞാൻ. പന്നി. ഇതെന്തിനാ എന്റെ മേത്തേക്ക് വരുന്നത്? എന്നാ പിന്നെ നീ കെട്ടിപ്പിടിച്ച് രണ്ട് ഉമ്മൻ തെറ്റാ. ഞാൻ വന്നിട്ട് നിന്റെ ശവപ്പെട്ടിയും പെട്ടിക്കച്ചവടൊക്കെ ഞാൻ ശരിയാക്കി തരണം ഞാൻ. ரிட்டர்ன் வந்து உனக்கு சவப்பெட்டி வந்துட்டாரு, கரெக்டா டைம் வந்துட்டாரு. എന്റെ ഈശ്വരാ. മതി പൊട്ടിയത്, ഇങ്ങോട്ട് ഇറങ്ങി വാടാ. வச்சு மாட்டிக்கிட்டாங்க. ചേട്ടാ ചേട്ടത്തിയമ്മ ചേട്ടാ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ, ഒരപകടവും വരുത്തിയില്ലല്ലോ എന്റെ ദൈവമേ. ഈ കൂടുതൽ ഇനി എന്ത് അപകടം വരാനാ എന്റെ കൊച്ചമണി? ഈ കശ്മലന്മാർക്ക് നീ പിടികൊടുത്തില്ലേ? എന്നെ കൊലക്ക് കൊടുത്തില്ലേ നീ? എടാ മഹാഭാവികളെ, ഈ കരിങ്കല്ല് പോലെ നിൽക്കുന്ന മനുഷ്യനെ അപകടം പറ്റിയെന്ന് പറഞ്ഞ് നിന്റെയൊക്കെ നാവ് പുഴുത്ത മൊത്തമുള്ളടാ. അപകടമൊന്നും പറ്റാത്തതിന് പ്രാവാണോ? സന്തോഷിക്കല്ലേ ചേട്ടത്തമ്മ വേണ്ടത്? പട്ടി എന്റെ ഒക്കെ കുടുംബം തകർത്തിട്ട് വേണോ അല്ലേടാ നിനക്കൊക്കെ സന്തോഷിക്കാൻ? അങ്ങനെ ചേട്ടൻ മാത്രം ഒറ്റയ്ക്ക് കുടുംബം വെച്ച് സൂചിക്കണ്ട. വടമായൻകുട്ടി ഇപ്പൊ ചെന്നാലും അച്ഛനെ ഉടനെ ഇവിടെ എത്തിക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് ഇനി കല്യാണം കഴിക്കാൻ ഒക്കെ ഇല്ലയോ ഞാൻ നോട്ടാവിടെ. ഇനി നിങ്ങൾ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. എടി കൊച്ചമണി, ഇവരെ പിടിച്ചു നിർത്താൻ, പിടിച്ചു നിർത്താൻ. അനിയാ, തടയരുത്, വഴി തടയരുത്. ആര് തടഞ്ഞാലും ഞങ്ങൾ പോകും. ഞാൻ പറയുന്നു ഒന്ന് കേൾക്കണം. വേണ്ട, ബാക്കിയുള്ളതൊക്കെ ഇനി അച്ഛനോട് നേരിട്ട് പറഞ്ഞാൽ മതി. നിന്നോട് ഞാനല്ലേ പറഞ്ഞത് പോകരുതെന്ന്. നിനക്കിപ്പോ എന്താ വേണ്ടേ? ഒരു കല്യാണം കഴിക്കണം, അത് ഞാൻ നടത്തി തരുന്നു. അതൊന്നും പറ്റില്ല. അവര് നടത്തരാറുമാ. എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? കല്യാണം നടത്തി കൊടുക്കാന്ന്. നിന്റെ കല്യാണം ഞാൻ അല്ല, എനിക്കല്ല. അയ്യേ, നിന്റെ കല്യാണക്കാരി ഞാൻ ഏറ്റുന്നു. அப்பா സ്വാമിയായിട്ട് നീ ഏറ്റുന്നു. ஆனா அடுத்த ஆள் யாரும் கேட்கலையே. ഞാൻ ഈ പറയണത് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കൊച്ചി. ഈ നിൽക്കുന്ന എന്റെ രണ്ട് കുട്ടികളുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു. നീ പറയുന്ന ഏത് പിടി നിനക്ക് ഞാൻ കെട്ടിച്ചു തരും. പോരെ? എങ്കിൽ ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നു. പെൺകുട്ടി അല്ലാണ്ട് പിന്നെ ആൺകുട്ടിയെ ആരാ പ്രേമിക്കുക? എന്നാരാന്ന് പറ. വേറെ ആരുമല്ല, ആനപ്പാറയിലെ ആനപ്പാറയിലെ പരശുമാമന്റെ മോള് മാലു. പരശുമാമന്റെ മോള്. സത്യം ചെയ്താണ്. ഏയ് സത്യൊരു മണ്ണാങ്കട്ടിൽ മാച്ചോളഞ്ഞു, എല്ലാം മാച്ചോളഞ്ഞു. പിള്ളേരെ കൊണ്ട് അകത്തോണ്ട് വെച്ച് പിന്നെ കൊച്ചമണി. സത്യം ചെയ്തിട്ടുള്ള കളി. രാമോദര, നീ എന്ന് വേറെ ആളെ നോക്ക്. ഈ പ്രശ്നം നടക്കില്ല. അല്ല, കളഞ്ഞിട്ട് വാടേ മായൻകുട്ടി. ഇപ്പൊ പോയാലും അച്ഛനെ ഉടനെ ഇവിടെ കൊണ്ടുവരാം. എടാ ഇതിന്റെ നീ എന്തിനാണ് അച്ഛനെ വലിച്ചുകൊണ്ട് വരുന്നേ? എനിക്ക് ശ്വാസം ഇടാൻ കുറച്ച് സമയം എന്താടാ? ഈ ലോകത്ത് ഈ പിശാച്ചിനല്ലാണ്ട് വേറെ ആരും നിനക്ക് കിട്ടിയില്ലടാ പ്രേമിക്കാൻ. ചേട്ടാ എന്റെ കൂടെ നിൽക്കുമല്ലോ എനിക്ക് ഇപ്പൊ അറിയണം. ഞാൻ നിന്റെ കൂടെ നിൽക്കല്ലേ. പക്ഷേ ഞാനൊരു കാര്യം പറയാം. ഞാൻ കല്യാണം കഴിച്ച വിവരം ഞാനും നീയും ഈ തെണ്ടിയും അല്ലാതെ നാലാമതൊരു തെണ്ടി അറിയാൻ പാടില്ല. അറിഞ്ഞാ കുഴപ്പമുണ്ടോ? മുട്ടുകാലി കഴിച്ചു ഞാൻ. ഒരു മിനിറ്റ് ഇങ്ങ് വന്നേ. അവനെന്തിനാ ചൊല്ലിരാரு മുട്ടുകാലി. ഇങ്ങനെ ഒന്നാവൊന്ന് ഞാൻ അറിഞ്ഞോ? സാമേട്ടൻ കല്യാണം കഴിച്ച വരെ ഞാൻ പ്രേമേട്ടന്റെ അടുത്ത് പറഞ്ഞു പോയി. എടാ മഹാഭാവി, ഇപ്പൊ പ്രേമേട്ട അച്ഛന്റെ അടുത്ത് പോയി പറഞ്ഞു കാണുമല്ലോ. എന്റെ അമ്മേ, നീ പറഞ്ഞ സത്യമാണെങ്കിൽ ഈ 500 ഇനി 3 മക്കളെ ഉള്ളൂ. ആ സ്വാമിനാഥൻ എന്ന് പറയുന്നവനെ ഞാൻ ആ മാവിന്റെ ചോട്ടിൽ വെട്ടി കുഴിച്ചു മൂടും. ഓച്ചറ. ഇനി നീ പറയും നുണയാണെങ്കിലോ? അപ്പോഴും 500 3 മക്കളെ കാണൂ. അവന് പകരം വെട്ടി കുഴിച്ചു മൂടുന്നത് നിന്നെ ആയിരിക്കും. നിന്നെ ഇവരെ അവരെ വെച്ച് സാമ്പിൾ പത്ത് சொல்லிட்டாங்க. പറഞ്ഞ പോലെ എന്റെ കാര്യം ഒന്ന് വേഗാവട്ടെ എന്റെ കൊച്ചമണി. ആ പ്രേമന അച്ഛനെയും വലിയേട്ടനും കൊണ്ട് ഏത് നിമിഷപ്പെടുത്തുന്നത്? ദാ വരുന്നു. ഈ വണ്ടി വിളിക്കാൻ പോയിട്ടുള്ള പിശാശ എവിടേക്ക് പോയി? അവൻ ഈ വണ്ടി മുട്ടിയ അവിടെ ചത്തപ്പണ്ടാകാൻ. ഒന്ന് ചെന്ന് നോക്ക്. അവൻ വണ്ടി വിളിച്ചു കൊണ്ടുവന്നിട്ട് നമ്മൾ രക്ഷപ്പെട്ട പ്രശ്നമില്ല. അവൻ ഇപ്പൊ ഇങ്ങെത്തും. ചേട്ടനാ പെട്ടിയും ബാഗ് ഇങ്ങോട്ട് എടുത്ത്. ഇതും കൂടെ എങ്ങോട്ട് പോകണോ? ശരിയാണ്. ഞാൻ എന്തിനാ കൊണ്ടിറക്കണേ? എനിക്ക് എന്താ കൈയും കാര്യം മറക്കണം. നിങ്ങൾ പറക്കണ്ട. ഈ സമയത്ത് ഇങ്ങനെ പേടിച്ചാലോ? ഒറ്റ വീക്ക് ഈ സമയത്ത് പേടിക്കാൻ പിന്നെ ഇങ്ങനെ ചിരിക്കണ്ട പട്ടി. നീ എന്തായി കുഴപ്പമൊന്നും ഉണ്ടാക്കിയത്? നോക്കിക്കോ, വീട് മാറി നിന്നെ അന്ന് ഞാൻ കൊല്ലും. തീർന്നില്ല ഇത്. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിയില്ലെങ്കിൽ ഒറ്റൊരുത്തരും ജീവനോട് രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. വന്നിരിച്ചു വണ്ടി. ആ വണ്ടി വന്നു. ഇതെന്തത്? കുറച്ച് മദരസേവ. മദരസേവ നിന്നെ ഭ്രാന്ത് നിന്റെ അച്ഛനണ്ടി. ഒരു മനുഷ്യജീവിതം ഇവിടെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഒടുക്കത്തെ ഒരു മദരസേവ. തമ്പി പண்ற வேலையாடா இது? അല്ലോ, ഇങ്ങോട്ട് പോരും, ഇങ്ങോട്ട് പോരും.
നല്ല പരിചയമുള്ള കാറാണെന്ന് பெரிய இருக்கு. மாயங்குட்டி உள்ள இருக்காரா? ஆளையும் கேட்ட பின் பார்த்தா அண்ணனை காப்பாத்துறா, விட்டுட்டு வர்றாரு. ആരാ മനസ്സിലായില്ലല്ലോ. அடிங்க போட்டாரு. ഓഹോ, அப்படியா விஷயம்? തെറ്റിദ്ധരിക്കരുത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയതാ. ശകുനത്തിലൊക്കെ എനിക്ക് സ്വല്പം വിശ്വാസമുള്ളതുകൊണ്ട് ചോദിച്ചതാ. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. എന്താ സ്നേഹിതന്റെ പേര്? എന്റെ പേര് ഞാൻ പറയണോ അല്ലേ? ഹായ്, ഞാനൊന്ന് പേര് ചോദിച്ചിന് താൻ എന്തിനാ ഇങ്ങനെ പല്ലടിക്കണേ? ദേ പിന്നെയും കടിക്കുന്നു. ഇനി കടിച്ചാ പൊട്ടത്ത വല്ല പേരാണെങ്കിൽ താൻ പറയണ്ട. ആരാണെന്ന് മനസ്സിലാവാത്തോണ്ട് ചോദിച്ചെന്നുള്ളൂ. മനസ്സിലായില്ല അല്ലേ? എന്റെ അച്ഛനെ ചേട്ടൻ മനസ്സിലായില്ല അല്ലേ? അത് അച്ഛനാണെന്ന് മനസ്സിലായി, താൻ മകനാണെന്ന് മനസ്സിലായി. അതിന് ഇവിടെ വന്ന് ബഹളം വെക്കുന്നത് എന്താണെന്ന് മനസ്സിലായില്ല. ഓ, ഇതെന്തിനാണെന്ന് മനസ്സിലായില്ലേ? നീ സ്വാമിനാഥനാണെന്ന് മനസ്സിലാക്കാൻ. ഞാൻ സ്വാമിനാഥനല്ല. അല്ലേ? അല്ല. അല്ലേ? അല്ലമ്മേ. എന്നാ തിരിച്ചാ അടിക്കാൻ. அப்பா அடிக்க முடியல. നിന്റെ അച്ഛൻ അല്ലെങ്കിൽ തിരിച്ചടിക്കണ. എന്റെ അടിച്ചാரு. ഈ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ അടിക്കാത്തതേ എന്റെ മരിച്ചുപോയ അച്ഛനെ ഓർത്താ. ഇനി ഇയാളെ കൊണ്ട് പോയില്ലെങ്കിൽ ഈ പ്രായമൊന്നും ഞാൻ നോക്കില്ല. എല്ലാവരും എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്റെ കൺട്രോള് വിട്ടു ഈശ്വരാ. அடிங்க போட்டாரு. ஊருக்கு முன்னாடி அவர் அங்க போகணும், இங்க விட்டு இருந்துட்டாருன்னா செம. ബാലരാമാ, എടാ ബാലരാമാ, ബാലരാമാ, ആ സ്വാമിനാഥൻ എന്ന് പറയുന്നതുണ്ടല്ലോ, അവൻ ഇത്രയും കാലം എവിടെ പോകുകയായിരുന്നു, എന്തിനു പോകുകയായിരുന്നു, ആരെ കാണാൻ പോകുകയായിരുന്നുള്ള കാര്യം എന്നെ അറിയിക്കണം. പിന്നെ ഇന്ന് മുതൽ അവൻ ഈ പടിക്ക് പോകാൻ പാടില്ല. അഥവാ അവനോട് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ട് ഏത് പാതിരേക്കാണെങ്കിലും ഇതിനകത്ത് കയറാവുള്ളൂ എന്ന് പറയണം. മനസ്സിലായോ? வீட்டுல இருக்காரா? நினைச்சேன். கார்ல கொண்டு வந்து விட்டுருப்பாங்க. எனக்கு யோசிக்கிறாப்புல. தெரியாம நீ எப்படா நான் ரிலீஸ் பண்ண ப்ராடக்ட் சித்தி இருக்காங்க போல. അച്ഛൻ കാണണോന്ന് പറഞ്ഞ എന്തിനാണാവോ? മണം തിരിഞ്ഞ് ഇത് பண்ண പോறாருன்னு நினைக்கிறேன். നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടോ ഞാൻ നിങ്ങളുടെയൊക്കെ ജീവിതം തകർക്കായിരുന്നെന്ന്? നിങ്ങളെ ആരെയും കല്യാണം കഴിക്കാൻ പോലും സമ്മതിക്കാതെ ഞാൻ നിങ്ങളെ നശിപ്പിക്കായിരുന്നു. അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ പറയുന്നത്? ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. തോന്നണുണ്ടോ എന്ന്? ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്കും ഇല്ല അച്ഛാ. അപ്പൊ നിനക്കോടാ? അയ്യോ ഇല്ല അച്ഛാ, ഞങ്ങൾക്ക് രണ്ടാൾക്കും തോന്നുന്നില്ല. ഇല്ലടാ. നീ നിന്റെ കാര്യം മാത്രം പറഞ്ഞാൽ മതി, അവന്റെ കാര്യം അവൻ പറഞ്ഞോളും. എനിക്കും ഇതുവരെ തോന്നിയിട്ടില്ല. ഇതുവരെയ്ക്കും തോന്നില്ല. തോന്നാമെന്ന്? ഇല്ല അച്ഛാ, ഇല്ല. എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് എന്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാതിരുന്നത് വലിയ തെറ്റായി പോയി എന്ന്. പുരിஞ்சுக்கிட்டாரு അവര്. ഗുഡ്. പണ്ട് ഈ പ്രേമന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ, ആദ്യം ബാലരാമൻ കല്യാണം കഴിക്കട്ടെ എന്ന്. അവൻ സമ്മതിക്കട്ടെ എന്ന്. ഇപ്പൊ ഞാൻ ആ വാശി ഉപേക്ഷിക്കുകയാണ്. അവന് വേണ്ടെങ്കിൽ വേണ്ട, ഇനി ബാക്കിയുള്ളവരുടെ കല്യാണം നടക്കട്ടെ. അതുകൊണ്ട് ഇപ്പോ ഈ സ്വാമിനാഥന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിക്കുകയാണ്. എന്താടാ, ഞാൻ നിശ്ചയിക്കുന്ന പെണ്ണിനെ ഞാൻ നിശ്ചയിക്കുന്ന മുഹൂർത്തത്തിൽ നീ താലി കെട്ടി. അത് കെട്ടുവോ? ഇനി ഒരുത്തടെ കെട്ടുകൂടെ അതിൽ താലി കെട്ടുവോ? എങ്കിൽ എനിക്കൊന്ന് കാണണം. സാമിയേട്ടന് ഇഷ്ടമുള്ളതല്ല. ഇപ്പൊ മാറ്റിപ്പോര്. കെട്ടിക്കാണ് അച്ഛൻ. കെട്ടിക്കും. അതിന് മുമ്പ് എന്റെ പിള്ളേരുടെ ചാവ് ഞാൻ അതിലെ കൊണ്ട് തീറ്റിക്കും. പിള്ളേരെ കൊന്ന് ഞാനും കെട്ടി തൂങ്ങി ചാവൂടാ. അതാ സമാധാനിപ്പിക്കാൻ വന്ന് പറഞ്ഞ അതിന് വലിയ കുഴപ്പമാ. പറയുന്ന കേക്ക്. എനിക്ക് ആരുണ്ട്? അമ്മയ്ക്ക് ഞാനുണ്ടെന്ന്. അയ്യടാ, നീ ഏത് പട്ടിക്ക് വേണം? ഓരോ அவருண்டாமா? இல்ல ஒரு ரெஸ்பான்ஸ் சொன்னாங்க. தெரியும். மினிஸ்டர்ஸ் மாதிரி ஒரு போற இடத்துல குழப்பிட்டு போறாரு. ஆனா சொல்யூஷனுக்கு வந்துருது. മര്യാദക്ക് വാതിൽ തുറക്കാനാ പറഞ്ഞത്. തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും. சவுட்டி பொளிக்கணும். கால் அடிச்சு உடைக்கிறது. ஆஹா, ஓப்பனா போகுதுடா. എല്ലാം முடிஞ்சு. നിനക്കെന്താ പ്രാന്ത് പിടിച്ചോ? മനുഷ്യൻ തുണി പറയാൻ സമ്മതിക്കില്ലേ? துணி மாத்திரம். വെരി സോറി. എനിക്ക് പറഞ്ഞു அது குட்டி பாப்பா அழகா இருக்கு பாப்பா. புஜிக்கு 500 ஆணுக்கு வந்து இப்பதான் மைண்ட் வேலை செய்யுது. ഇങ്ങോട്ട് ഇറങ്ങാൻ. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ അയ്യോ, ഈ ബോബനും മോളിയും പോലെ രണ്ട് കുട്ടികളുണ്ടായ. സോറി ചേട്ടാ, ചേട്ടാ പോകുമ്പോ
ചേട്ടത്തിയമ്മ ചേട്ടനെ കൊല്ലും. അതല്ല ചേട്ടത്തിയമ്മ. ആ ചേട്ടത്തിയമ്മ അല്ലേ? ഓപ്പണിംഗ് പത്തിയാ എങ്ങോട്ടായി കള്ളിക്കറി വരുന്നത്? പുറത്തോട്ട് നിൽക്കാൻ. അങ്ങനെ പുറത്ത് നിൽക്കുന്നവളൊന്നും അല്ല ഞാൻ ഇവിടുത്തെ പെണ്ണാ. ഇത് എന്റെ ഇവിടത്തെ പെൺ. മാറി ഇങ്ങോട്ട്. ഇവിടുത്തെ കുട്ടികളോ? ഹ, ഇവിടുത്തെ കുട്ടികൾ ഈ നിൽക്കുന്നവരാ. അവരാരും വിവാഹം കഴിച്ചിട്ടില്ല. അവർ കുട്ടികൾ. കുട്ടികൾ ഞാൻ നിങ്ങളുടെ സാമനാഥന്റെ ഭാര്യയാ, കൊച്ചമ്മണി. മാനമര്യാദ ജീവിക്കുന്നതിന്റെ അനിയെ പറ്റി അനാവശ്യം പറഞ്ഞുണ്ടല്ലോ. ചവിട്ടിയാടുത്ത് പുറത്തിടും. എന്നെ ഭർത്താവിനെ അങ്ങോട്ട് ഇറക്കി വിടറാ. മര്യാദക്ക് ഇറങ്ങി പോകുന്നല്ലോ ഇവിടുന്ന്. அவர் டெஸ்ட் பண்ணது சக்சஸ்ஃபுல் ஆயிருச்சு. அவர் டெஸ்ட் தான் பண்ணிருக்காரு நினைக்கிறேன். പറഞ്ഞാ മതി. എടാ സാധനമാണോ? அவ்வளவுதான் பைத்தியம் பிடிச்சிருச்சு ஆளு வர்றது பாத்தியா? എന്താ അച്ഛാ? എനക്കെന്താ ഒരു വല്ലായിക? ഏയ് ഒന്നുമില്ല. എന്താ നല്ല സുഖയില്ലേ? ഏയ് നല്ല സുഖം. ആഹാ. അയ്യോ. ഇങ്ങടാ. എടി പെണ്ണേ, ഇവനാണോ എന്റെ എടി ഭർത്താവ്? പെണ്ണേ പിന്നെ അല്ലാതെ പറയട്ടെ അങ്ങോട്ട്. എന്നെ കല്യാണം കഴിച്ചതാണെന്നും ഇനി വേറെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്നും പറയട്ടാ. ഈ നിൽക്കുന്ന കൊച്ചുങ്ങളെ നമ്മുടെയാണെന്ന് അങ്ങോട്ട് പറയട്ടാ. അമ്മേ എന്തൊക്കെ ഇവരീ പറയണേ? ഏതാ ചെയ്യപ്പെണ്ണുമ്പിള്ള? അത് തന്നെയാ ഞാൻ ചോദിക്കുന്നത്. ഏതാണോ ഇവള്? இப்படி ஒரு ஆள் அவங்க கல்யாணம் பண்ணி தேவையில்ல. ഏട്ടോ ദ്രോഹി. தப்பு பண்ணிட்டீங்க சோதனாதான். അറിയില്ലേ? ഈ നിൽക്കുന്ന കുട്ടികളെ നിങ്ങൾ അറിയില്ലേ? എനിക്കറിയാം. പുതിയൊരു കിട്ടുന്നായപ്പം എന്നെ പിള്ളേരെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ല അല്ലേ? ഓർമ്മ വരാൻ വല്ല തെളിവുണ്ടോ കയ്യില്? വല്ല മോതിരോ അടയാളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവോ? ഉണ്ട്. എവിടെ? ദേവിക്കുന്നു അടയാളങ്ങൾ രണ്ടെണ്ണം. ഇവരുടെ തലയിൽ കൈവച്ച് നിങ്ങളൊന്ന് പറഞ്ഞേ, ഇത് നിങ്ങളുടെ കുട്ടികളല്ലെന്നും എന്നെ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെന്നും. ഇനി തെളിവ് വേണമെങ്കിൽ വിളിക്ക്. എവിടെയവൻ? നിങ്ങളുടെ അനിയൻ. അവനെ ഇങ്ങോട്ട് വിളിക്ക്. എടാ രാമഭദ്ര, എടാ കണ്ടോ? അവൻ മാറിക്കളഞ്ഞത് കണ്ടോ? അവൻ അറിയാം സത്യം മുഴുവനും. അവനെ ഇങ്ങോട്ട് വിളിക്ക്. വിളിച്ചെടുത്ത് ചോദിക്ക്. രാമഭദ്ര, എടാ രാമഭദ്ര, എന്താ അച്ഛാ? നീ ഇവിടെ അറിയുവോ? അനിയ, നീയെങ്കിലും ഒന്ന് പറയാനിയാ എന്നെ അറിയുമെന്ന്. ഇത് നിന്റെ ചേട്ടത്തിയമ്മ. பிரதரையும் மாட்டி கொடுக்க முடியாது. ഒന്ന് പറയാനിയാ. பட் அது எத்திக்ஸும் கிடையாது. എടാ നിന്നടാ ചോദിച്ചത്, ഇവിടെ അറിയുവോന്ന്. ആ ഇവരെ ഞാൻ അറിയും. ഇവരെ ഞാൻ അറിയുവച്ചാ, ഞാൻ അറിയും. ഇങ്ങനെ കുട്ടികളെ കൊണ്ട് വലിയ വലിയ വീടുകളിൽ പോയി ബേളം ഉണ്ടാക്കുന്ന ഇവരെ പണി. ഇതിനു മുമ്പ് ഇങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടിട്ടുണ്ട്. This is Worst. shaming. அது அதை விட worst. സ്ഥിരം പരിപാടിയാ. കാശ് തന്നെ പ്രശ്നം. അയ്യോ എന്റെ Worst. ഇതൊക്കെ കൈയോടെ പോലീസിൽ ഏൽപ്പിക്കേണ്ട കാര്യങ്ങളാ. അയ്യോ അല്ലേട്ടാ, ഇതിനൊക്കെ എന്തിനാ പോലീസ്? ഇത് നാളെ ഏർപ്പാടല്ലേടാ. പോലീസ് അറിഞ്ഞ അതിനെക്കാട്ടി മാനക്കടല്ലയോ? ഇതൊക്കെ ഞാൻ പറഞ്ഞു വിട്ടേക്കാം. പൊക്കോ പൊക്കോ, എവിടെയെങ്കിലും പൊക്കോ. ഇല്ലടാ മഹാപാപികളെ, ഞാൻ പോവില്ല. இல்லடா. இல்லடா இல்லடா. പലയിടത്തൊക്കെ പോയി കൊച്ചുകളെ ഉണ്ടാക്കിച്ച് ഇങ്ങനെ പോറ്റാ കൊണ്ടിരുന്നേ. പോറ്റാൻ കഴിവില്ല, കുളത്തിലെ കണ്ടിലുണ്ടറി. അറിയാടാ, ഇപ്പൊ തന്നെ അറിയാടാ. നോക്കിക്കോ, ഇവിടുത്തെ കണ്ടി തന്നെ അറിയാം. அபிநந்தன் നിങ്ങളുടെ തപ്പുപ്പാ. നിങ്ങളെ വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ? നടക്ക്. ஒய்ஃப்காக இப்ப நிக்க முடியலன்னா வேஸ்ட். அதுவும் இந்த வயசுக்கு இந்த வயசுல நிக்க முடியல வேஸ்ட். ഇവിടെ വരാൻ കൊല്ലും. கொச்சமணி இப்ப கொச்சமணியா? നീ എന്താ ഈ കാണിക്കണ എന്റെ കൊച്ചമണി? നീ എന്റെ ഭാര്യയല്ലേ? ഇത് നമ്മുടെ പിള്ളേരല്ലേ? ഞാൻ ഈ അഭിനയിച്ചൊക്കെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ? ഇനി എനിക്കൊന്നുമില്ല. ആരറിഞ്ഞാലും എനിക്കൊന്നുമില്ല. ஓகே. വാ വാ മക്കളെ. അച്ഛൻ എനിക്ക് മാപ്പ് തരണം. എനിക്ക് എന്റെ ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ അച്ഛൻ മാപ്പ് തരണം. ഞാൻ നിങ്ങളൊക്കെ ചതിക്കായിരുന്നു. എനിക്ക് മാപ്പ് തന്നു പറ. ஏங்க ஒரு ஒரு மனுஷ வாழ்க்கையில கல்யாணம் பண்ண கூடாதா? டேடி, don't behave like a psychopath. നിനക്ക് ഞാൻ മാപ്പ് പറഞ്ഞ പട്ടി എഴുന്നേക്കാൻ. கொச்சமணி போட்டு உலக போகுதுன்னு நினைக்கிறேன். கொச்சமணி talk something. എന്താണോ വിചാരിച്ചത്? ഞാൻ ഈ നാടകം കളിച്ചത് മുഴുവൻ നാടകം. കൂടുതൽ പറയിക്കാനാ. നിനക്ക് ഞാൻ മാപ്പ് പറഞ്ഞേടാ. தப்பு பண்றது. Oh. അടിക്കരുത്. ராமபத்ரா ஹெல்ப் பண்ணுங்க பாஸ். എന്താ പറ? അയ്യോ. தப்பு யார் பண்ணாலும் தப்பு தான். ഇപ്പോ വിട്, വിട് എന്നെ. എടാ, എഴുന്നേക്കാൻ.
எத்தனை வயசு டேடி, எத்தனை வயசு பையனை போட்டு அடிக்கிறது? வயசு கூட கொடுப்பா, தப்பு தான். ഫൈനലി someone have to confront him. ആരുടെ കൈതടാതെ ഇര പിടിച്ചത്? ഇന്ന് വരെ ആ കൈതടാൻ ഒരുത്തരം ധൈര്യപ്പെട്ടിട്ടില്ല. പറയാ മാപ്പ്. അച്ഛന്റെ കാലും മാപ്പുള്ള പട്ടി. അങ്ങനെ മാപ്പ് പറയേണ്ട തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തല്ലി ചതയ്ക്കാൻ സ്വാമിയായിട്ട് 2 മഹാഭാവമാണ് ചെയ്തു. ഒരു കല്യാണം കഴിച്ചു പോയതോ, 2 കുട്ടികൾ ഉണ്ടായി പോയതോ, അതൊരു വലിയ തെറ്റായിട്ട് വലിയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ കൊന്നോ. എന്നാലും അച്ഛന് കൂട്ടു നിൽക്കാൻ എനിക്ക് വയ്യ. அவ்வளவுதான், அவங்க எய்ம் வச்சு விடு. എന്തിനാ അച്ഛന് ഞങ്ങൾ പറയച്ച? ഞങ്ങളെ എന്തിനാ ഇങ്ങനെ വളർത്തണത്? അച്ഛന്റെ തല്ല് കൊള്ളാനോ, അതോ അച്ഛന് വേണ്ടി പോയി തല്ലുണ്ടാക്കാനോ? അപ്പൊ അച്ഛന് വേണ്ടത് മക്കളെയല്ല, ഗുണ്ടകളെയാ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത തെരുവ് ഗുണ്ടകളെ. പിടിച്ച് പുറത്താക്കണ ഈ തന്തയ്ക്ക് എനിക്കത് പൊലയാടി മക്കളെ. ഈ 500 ഇനി ഇങ്ങനെ ഞാൻ തെത്താതിന്റെ പട്ടം പോലും നിങ്ങൾ കാണരുത്. ஆக்சுவலி மூத்த பையன் தான் எல்லாத்துக்காகவும் நின்றுக்கணும். ஏஜ் கேப் இருக்கு, பிளஸ் அந்த டஃப் ஃபேஸ் அவரு சேர்ந்து கோத்ரூ பண்ணிருக்காரு. இவங்கெல்லாம் லேட்டா தான் தெரிஞ்சிருக்கு. அதனால 500 കുടുംബം തകർന്നു. ഇനി അയാളെ കൂടി ഇല്ലാതെയാക്കണം. അതിനും അയാളുടെ മക്കള് തന്നെ മതി. പൊട്ടിട്ടേ പടക്കം പൊട്ടിട്ടേ. இந்த ஓல்டு பீஸ்னா தான் தப்பு பண்ணுங்க. டைம் பாஸ் இல்லல. அதான் മാനു, என்ன கத்தி கூப்பிடுறாரு? ஆமா, இதுக்கு மேல என்ன தப்பு? நான் போலான்றாரு. ഇറങ്ങി വാ മാലു. ഞാൻ സത്യം ചെയ്ത് തന്നതുപോലെ എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ചാൽ വന്നിരിക്കുക. ഇനി എന്നോട് സത്യം ചെയ്തതുപോലെ നീ ഇറങ്ങി വാ. வரமாட்டான்னு நினைக்கிறேன். இல்ல பாட்டி பிடிச்சிருவாங்க. ആരത്? ആ 500 മോൻ രാമഭദ്രൻ. കേറി പൊടിയകത്ത്. എനിക്ക് കേറി പോവാൻ. உள்ள போகணும்னு ஆசை இருக்கு, ஆனா போக மாட்டேன். ഇതിനകത്ത് എങ്ങനെ നീ കാലുകുത്തിയുണ്ടല്ലോ, പിന്നെ നേരെ ഇവിടെ പോവില്ല. കാലുകുത്തി പോയില്ലേ, ഇനി എനിക്കും നേരെ ചൊവ്വേ പോണമെന്നില്ല. എടാ, നിന്റെ അച്ഛന്റെ ചട്ടപ്പിത്തന്നെ കൊണ്ട് ഇങ്ങോട്ട് വരരുത്. വേണ്ടടാ, നിങ്ങൾ ആരും ഒന്നും പറയണ്ട. ഞാൻ പറഞ്ഞോളാം. അവൻ എന്താ വേണ്ടത് എന്നോട് ചോദിക്കട്ടെ. വാ മോളെ. എടാ, നീ എന്ത് വിചാരിച്ചിട്ടാ വന്ന് നിക്കണത്? നീ വിളിച്ച എന്റെ മോളെ ഇറങ്ങി വരുന്നു വിചാരിച്ചോ? എന്നൊന്ന് വിളിച്ചു നോക്കടാ, ഇറങ്ങി വരുമോന്ന്. വിളിച്ചാൽ അവള് വരും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. എന്നാ കൊണ്ടുപോടാ, വിളിച്ചോണ്ട് പോ. പറ മോളെ, ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്തെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊണ്ടറി. ഇറങ്ങി വാ മാലു. ഇവരൊന്നും ഒരു ചുക്കും ചെയ്യൂല. നീ വന്നാ ഞാൻ കൊണ്ടുപോകും. മാലു, ഞാനാ പറയുന്നത്, ഇറങ്ങി വരാൻ. മാലു, ഇറങ്ങി വരാൻ. മോളെ, മോളെ. சித்திக்கு இருக்காரு ஃபைனலி. ஐயோ ஃபைட், ஃபேமிலி ஃபைட் ஆகுது. பிரதர் ഞാൻ വരുവാ, ഇനി വരുവാ. അവളെ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചാലും ഞാൻ വന്ന് കൊണ്ടുപോകണോ? തൃപ്തിയായല്ലോ, അമ്മയ്ക്ക് മക്കൾക്കൊപ്പം തൃപ്തിയായല്ലോ. ഇനി നീ പോകൂ. வெரி டீசன்ட் மூவி. அதானே, எல்லாமே டீசெண்டா நடக்குது. நான் கூட நிறைய பிட்ரேல்ஸ் எதிர்பார்த்தேன். பட் ஓகே, குட். അവള് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് മാറിക്കേ, ഇങ്ങോട്ട് മാറല്ലേ. அங்க நிக்கிற 2 பீஸ் நல்லா பேசிட்டு அடி வாங்கிட்டு இருக்கானோ. அதுக்கு சித்திக்கு டீசெண்டான எல்லாம் இருக்காது. മാറാൻ പറയുന്നവര് മാറാം. ஓ ஓ ஓ നിനക്ക് തണ്ടു നടി ഉണ്ടെങ്കിൽ അടക്കി നിർത്തണ ഒതുക്കി നിർത്തണ ഇവളെയല്ല, ഈ അമ്മയാണ്. ഈ അമ്മ ഒത്തുവരുത്തിയതിനൊക്കെ കാരണക്കാരി. ஓகே சூப்பர். அப்பா, ஐ ஹார்ட் ஷேப்ல போட்டு வச்சிருக்காங்களா? ഏമാ, നീ അകത്തേക്കല്ലേ. ഓമനെ, നീ ഇവനെ വിളിച്ചോണ്ട് പോ. എടീ, നീ അവളെ കൂടെ അകത്ത് പോ. லாயர் கிரிமினலா சொல்ல போறாரு. വീരൻ നിങ്ങളെ തടഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഇനിയിപ്പോ അവളെ തല്ലി ചതച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ എന്താ പ്രയോജനം?
കഴിയുന്നതും വേഗം സ്നേഹം ഭാവിച്ച് അവളെ നിങ്ങളുടെ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. മതിയുടെ ഉപദേശം ഉപദേശിച്ച് ഈ കോടത്തിലാക്കില്ല താൻ. ഇനി എന്റെ നേരെ ചാടിക്കോ. തന്റെ ഈ ഒടുക്കത്തെ കുരുട്ടുബുദ്ധിയായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എന്റെ ബുദ്ധി ഉപദേശമൊന്നും അല്ല കുഴപ്പമുണ്ടാക്കിയത്. കുഴപ്പമുണ്ടാക്കിയത് നിങ്ങളൊക്കെ തന്നെയാ. അവിടെ ഒരു പെണ്ണ് വേണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ഇവിടുത്തെ പെണ്ണായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മതിയടോ മതി, നടന്നതൊക്കെ നടന്നു. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. താൻ എത്രയും പെട്ടെന്ന് അവൾക്കൊരു ചെറുക്കനെ കണ്ടുപിടിച്ചു തരണം. കൂടിയ 15 ദിവസം. അതിനുള്ളിൽ എനിക്ക് അവളെ കല്യാണം നടത്തണം. പറഞ്ഞാൽ ചെറുക്കനെ ഞാൻ എവിടെ നിന്ന് പിടിച്ചോണ്ട് തരാനാ? എവിടുന്ന് പിടിച്ചോണ്ട് വന്നാലും തിരക്കില്ല. ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേരണ ഒരുത്തനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതിന് മടിത്തെറുപ്പിൽ ഞാൻ ചെറുക്കന്മാരെ കൊണ്ട് എടുക്കണോ? പറയുമ്പോ എടുത്താൽ കൊണ്ട് നിർത്താൻ. എന്നാ തന്റെ മടിത്തെറുപ്പിലുള്ള ചെറുക്കൻ തന്നെ മതിയെന്ന് അങ്ങോട്ട് വെച്ചാലോ? മോനില്ലേ ആ ബാലകൃഷ്ണൻ ഡോക്ടർ, അയാളായാലും എന്താ കുഴപ്പം? അതെ, എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? ആ ചെറുക്കൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞല്ലേ പോയിരിക്കണത്. അവൻ എന്നെയോ മോനെയോ ഒന്നും ചെയ്യില്ല. നിങ്ങളെന്നല്ല, അവൻ ഇനി ആരെയും ഒന്നും ചെയ്യില്ല. അതിന് വേണ്ടത് എന്താണെന്ന് എനിക്കറിയാം. பாட்டி நீங்க பண்ண வரைக்கும் போதும் பாட்டி. அவங்க பாட்டியோட ஹஸ்பண்டே பீஸ் ஆக்கிட்டாங்க. அதுவே ஒண்ணும் பண்ண முடியல. പേടിക്കണ്ട, അവളെ ഇറക്കി കൊണ്ടുവരില്ലേ വേണ്ടു. സമയാവട്ടെ. ഓ, ആളുங்க வந்துட்டாங்களா? പഴയ കണക്ക് തീക്ക വേണ്ടിയത് ഇருக்கு. നമ്മൾ തമ്മിൽ പഴയ ഒരു കണക്കുണ്ടല്ലോ ശനി, അത് തീർക്കണ്ടേ? അതൊക്കെ ഇപ്പഴാ വന്ന് ചോദിക്കണേ. സമയം കൊടുക്കടാ. ആളുங்க இருக்காங்க அவுட் நம்பர்டு. அண்ணன் தம்பி பயங்கரம் போச்சு போச்சு. பாட்டி விட்டு தான் அனுப்பியிருக்காங்களோ? ஆமா. ബാലരാമേട്ടാ, നിങ്ങളുടെ അനിയന്മാരെ കടപ്പുറത്തിട്ട് പട്ടിയെ തള്ളണ തള്ളു. വേഗം ചെന്നില്ലേ അവന്മാരെ കൊന്ന് കടലിലെറിയും. டாடி விட மாட்டாரு. பட் பிரதர்ஹுட். ஓ, ஜீப்ல செகண்டரி. சும்மா மிஸ். ஏய் ஏய் ஏய். அந்நியூரம் பேர் நல்லா இருக்கு. എന്ത് വിചാരിച്ചടാ 500 മക്കളെ കൈവച്ചത്? അയ്യോ, എന്നെ കൊല്ലല്ലേ, ഞാൻ പറയാം. ആരും പറയില്ല, അച്ഛൻ പറഞ്ഞിട്ടാ. ஏற்கனவே இவங்க தானா அவங்களோட ஆளுங்க? ஆமா ஆமா, ஐ மீன் கொலாபரேஷன். கொலாப் பண்ணிட்டாங்க. பாட்டி ஒவ்வொரு தடவையும் ஒவ்வொரு கலர் ബ്ലൗസ് എന്റെ അനിയന്മാരെ തല്ലിക്കുമല്ലേ? ഞങ്ങൾ ചേട്ടാനിയന്മാരെ പലതും ഉണ്ടാവും. അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ തള്ളേ, ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് പോലെ തലയുണ്ടാവില്ല. അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല. നേരിട്ട് വന്ന് ചെയ്യും. ബാലരാമനാ പറയുന്നേ. സംശയമാണോ പട്ടികളെ? നിക്കണവിടെ. നീ എന്താ പറഞ്ഞത്? നിന്റെ അനുജന്റെ മേലും മണ്ണ് നുള്ളിയിട്ട എന്റെ മക്കളുടെ കഴുത്തിൽ തല കാണില്ല. എന്നാ അവന്റെ മേലും മണ്ണല്ലടാ, മാല വീഴാൻ പോണത്, പൂമാല. എടാ, അവൻ എന്തിനാ നടക്കണെന്നറിയാമോ? അച്ഛനോട് വഴക്കിട്ട് വീട് വിട്ടത് എന്തിനാണെന്നറിയാമോ? എന്റെ പേരക്കുട്ടിയെ കല്യാണം കഴിക്കാൻ. നീ വന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ഒന്നും നോക്കാനില്ലടാ. അവനെ കൊണ്ട് എന്റെ കുട്ടിയുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിക്കും. റിവേഴ്സ് பண்ணிட்டாங்க இப்போ. ഇവங்க വിൻസെന്റ് ഫ്രാൻസിസ്ക ഡിസിഷൻ മാറ്റിക്கிறாங்க. നടത്തി കൊടുക്കാത്ത കല്യാണം ഈ അച്ഛൻ വന്നൊന്ന് നടത്തി കൊടുക്കടാ. ചെന്ന് പറയണ നിന്റെ അച്ഛനോട്. പറ്റുമെങ്കിൽ വന്ന് തടയാൻ പറയണ നിന്റെ അച്ഛനോട്. അമ്മ എന്ത് ഭ്രാന്തായി പറഞ്ഞത്? ആരോട് ചോദിച്ചിട്ടാ ആ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ അമ്മ തീരുമാനിച്ചത്? അങ്ങനെ അമ്മ ഞങ്ങളൊക്കെ എന്തിനാ? എടാ, ഞാനിത് നടത്താൻ വേണ്ടിട്ട് പറഞ്ഞതാണെന്നാ നിന്റെയൊക്കെ വിചാരം? നമ്മുടെ കുട്ടിയുടെ കല്യാണം നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ നടത്തും. എങ്കിൽ പിന്നെ അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞു വിട്ടത്? അതാടാ ഈ അച്ഛമ്മ. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നേനെ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇവൻ പോയി അവന്റെ കഥ കഴിച്ചോളൂ. அப்ப கூட உங்க பொண்ணு வாழ்க்கை கேட்டு போகுது, பேத்தி வாழ்க்கை கேட்டு போகுதுன்னு கவனிக்கல. അവനെ ജീവനോടെ കൊണ്ടുവരണോ കൊന്നു കൊണ്ടുവരണോ? பார்த்து இதோட ஸ்டாப் பண்ணிக்கலாம். வீடியோ பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம்.